കോടതിയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കോടതിയിൽ നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഒഴിവാക്കുക ചെയ്ത കോടതി. കാരണം ഇദ്ദേഹത്തിൻ്റെ മേലെ ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജി തന്നെ അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കുന്ന നിലയാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായുള്ള ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആരോപണപരമായിട്ട് മാത്രം ഉന്നയിക്കുന്നതിൽ പ്രശ്നമില്ല. ഗവൺമെൻറ് തീരുമാനിച്ചൊരു കാര്യമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിൻ്റെ മേധാവിയായിട്ട് വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമേ നമ്മൾ ഇതിൽ കാണേണ്ടിയുള്ളൂ. പാർട്ടിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല. അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല. പ്രതിസ്ഥാനത്ത് തന്നെ പിന്നീട് ഒഴിവാക്കപ്പെട്ട, കോടതി തന്നെ ഇടപെട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. പിന്നീട് അദ്ദേഹം ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ സർവീസിൻ്റെ ഭാഗമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കോടതിയെ ഒഴിവാക്കിയത്. അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായിട്ടല്ല. അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ചു. അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് പിന്നീട് റിവ്യൂ ചെയ്തതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോടതി തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. അത്രയേ ഉള്ളൂ കാര്യം. കേസ് സ്വാഭാവികം വരില്ലേ? കേസിൽ വന്നതുകൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടുമോ? കേസിൻ്റെ ഭാഗമായിട്ട് വന്നു. അത് പിന്നീട് കോടതി പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തെ ചേർക്കുന്നതിൽ കാര്യമില്ല എന്ന് കോടതി തന്നെ കണ്ടു, ഒഴിവാക്കി. അതാണ്ടായേ സംഭവം. ഇപ്പോൾ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അത് വെടിവെപ്പിൻ്റെ ഭാഗമായിട്ട് പ്രതി ചേർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ ചോദ്യം. അത് ഒഴിവാക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് അതിൽ പ്രത്യേക താല്പര്യമോ പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാര്യമോ പറയേണ്ടിയില്ല. ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. അല്ല, പ്രവർത്തകരുടെ സ്വാഭാവികമായി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഗവൺമെൻറ് തീരുമാനമാണ്. ആ ഗവൺമെൻറ് തീരുമാനം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരാളും ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. പി ജയരാജൻ എതിർപ്പ് പറയുന്നത് വെറുതെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സർക്കാരാണ് നമ്മൾ അതെല്ലാം വിശദീകരിക്കണം. ശരിയല്ലേ? അത് പറഞ്ഞാൽ അത് വിമർശന. പിന്നെ ഇതിൻ്റെ പാർട്ടി അതിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ഒരു സംശയമില്ല. കൃത്യമായ തീരുമാനമാണ്. ഗവൺമെൻറ് തീരുമാനത്തിൻ്റെ ഒപ്പം നിൽക്കുക എല്ലാവരും നോക്കാം. പാർട്ടിക്ക് പറയുന്ന തീരുമാനമുള്ളത്, അല്ലെങ്കിൽ തീരുമാനം ആ രീതിയിൽ എടുക്കുന്ന എന്തെങ്കിലും വ്യതിരിക്തത വേണം. ഒരു വ്യതിരിക്തതയുമില്ല കേട്ടോ.